ക്ലബ് എഫ് വേണ്ടി ലാലേട്ടൻ ആദ്യമായിട്ട് നായകനായി വരുന്ന ആദ്യത്തെ റേഡിയോ സിനിമ റിലീസായിട്ടുണ്ട്. എയ്ഡൻ എന്നാണ് പേര്. ക്ലബ് എഫ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. 38 മിനിറ്റാണ് ആ സിനിമ ഉള്ളത്. ഇത് തുടങ്ങി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് തുടങ്ങിയത്. കാരണം ലാലേട്ടൻ്റെ അങ്ങനെ ഒരു എല്ലാ മേഖലയിലും ലാലേട്ടൻ കൈവയ്ക്കണം. ലാലിസം, അതുപോലെ ഏഷ്യനെറ്റിൻ്റെ മറ്റേ ഓണപരിപാടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാ പരിപാടികളിലും എല്ലാ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരീക്ഷണം അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ കണ്ടു. തുടക്കം ഭയങ്കര രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര 90 കിഡ്സിനൊക്കെ അറിയാം. പണ്ടൊന്ന് ടി വിയൊക്കെ വളരെ ദാരിദ്ര്യം പിടിച്ചായിട്ട് കാണാൻ പറ്റുള്ളൂ. സ്വന്തം വീട്ടിൽ ടി വി കാണില്ല, അപ്പുറത്ത് പോയത് കാണാം. അതും വരുന്ന സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും ദൂരദർശനിൽ 4 മണിക്ക് വരുന്നത്. അത് കണ്ടവരിലൊക്കെ പോയി ഇത് കാണാം. പക്ഷേ അതിനൊക്കെ മുമ്പേ ഇതിൻ്റെയൊക്കെ ശബ്ദരേഖ വരും, റേഡിയോയിൽ വരും. അത് കാത്തിരിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 3 മണിക്ക് കണ്ടാണ് മിക്ക സിനിമകളുടെയും ഈ ശബ്ദരേഖ വരുന്നത്. എനിക്ക് ഈ ഏകലവ്യൻ അതൊക്കെ ഞാൻ കേട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ശബ്ദരേഖയൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഈ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു വൈബാണ് അടിച്ചത്, നമ്മളെ പഴയ ഒരു നൊസ്റ്റാൾജിക് സാധനം. കാരണം അതേപോലെ ശബ്ദത്തിൽ കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് സംഭവം കാണുന്നത് ഭയങ്കര രസമാണ്. അതിൽ നല്ല ഗഡില സൗണ്ട് മിക്സിങ് കേട്ടോ. ഇതിൽ നല്ല സൗണ്ട്, നല്ല കറങ്ങിയൊക്കെ അടിക്കും സാധനം, ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ കറങ്ങിയൊക്കെ അടിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് മിക്സിങ്. തുടങ്ങി നല്ലൊരു രസത്തിൽ ഇങ്ങനെ പോയി. ഇത് സംഭവം സസ്പെൻസ് ത്രില്ലറാണ്. ഒരു ബാങ്കിൻ്റെ ഒരു റോബറി, അതായത് ബാങ്കിൽ നിന്ന് കുറേ പൈസയുടെ തട്ടിപ്പിൻ്റെ പരിപാടി, ബാങ്ക് കൊള്ളയല്ല, ബാങ്കിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് പരിപാടി ഒക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ്റെ സംസാരം, ലാലേട്ടൻ ഇപ്പം ഒരുപാട് സിനിമയിലുണ്ടല്ലോ, നമ്മുടെ ഉദയകൃഷ്ണൻ്റെയൊക്കെ പടത്തിൽ, അതുപോലെ മറ്റേ 12th മാനിലൊക്കെ തുടക്കത്തിൽ ലാലേട്ടൻ്റെ കുറുമ്പുള്ള ലാലേട്ടനാണ് വരുന്നത്. ഈ ലാലേട്ടൻ വരുമ്പോൾ തന്നെ എനിക്ക് ക്രിഞ്ചടിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അത്ര വലിയ ആരാധകനായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വരുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങൾ വരുമായിരുന്നു, അതേ സ്വാഭാവികമായിട്ട് ഒഴുകി ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് മോൺസ്റ്റർ സിനിമയിൽ മറ്റേ എന്തോ പറയുമ്പം അയ്യോ ഇങ്ങനെ ഞെട്ടുമല്ല, അയ്യോ എല്ലാം ഈ ഒരു സാധനമുണ്ട്. ഈ ഞെട്ടൽ അതുപോലെ പേടിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ അത് സ്വാഭാവികമായിട്ട് വരുന്ന സമയത്ത് ഇപ്പോഴൊക്കെ അദ്ദേഹം അത് ഭയങ്കര സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര നെഗറ്റീവായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യില്ല. പക്ഷേ ഞാൻ അത്രയും അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും അത്രയും അറിയാമെന്നുള്ള ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി ക്രിഞ്ച് പരിപാടിയൊക്കെ തോന്നി ലാലേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും. പിന്നെ തുടക്കം കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് മൂടൊക്കെ അങ്ങ് മാറിയപ്പോഴേക്കും സംഭവം സെറ്റായി. അങ്ങനെ തുടങ്ങി. കഥയെന്ന് പറയണത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതല്ലേ ടർബോയിൽ സെയിം സാധനമാണല്ലോ. ഇനി ടർബോ OTT ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ സ്പോയിലർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിപാടിയാണ്. അല്ല നേരത്തെ ഷൂട്ട് അതായിരിക്കില്ല. പിന്നെ ടർബോ ഇതൊക്കെ ടർബോയിൽ നിന്ന് പോയിട്ട് പിന്നെ ഡയലോഗ് വരുമ്പോൾ ബിഗ് ബിയിലെ ഡയലോഗ്, ലൂസിഫറിലെ ഡയലോഗ്, എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ നീ അറിയും, ഇപ്പുറത്ത് നേരത്തെ പണിയാൻ കാണുമ്പോൾ നീ ഓർത്തില്ല അപ്പുറത്ത് ഒരാളുണ്ടാവും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെ രാക്ഷസൻ്റെ സ്കോർ അതേപടി ഒന്ന് പിച്ച് മാറ്റിയിട്ട് 6ൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബീറ്റൊക്കെ അടിച്ച് വിട്ട് പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് ഇതിൻ്റെ ലോജിക്കെന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ലാത്തൊരു കഥ. എങ്ങനെ നടക്കും? സംസാരം മാത്രമേ ഉള്ളൂ, ശബ്ദത്തിൽ കൂടി അവർക്ക് അത്ര എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്തിനായി ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ അവസാനമായിട്ട് കണ്ട ആളിൻ്റെ അക്കൗണ്ട് നമ്പർ വഴി പൈസ ഇട്ട് കൊടുക്കുന്ന പ്രേതം, ഒരു വെറൈറ്റി പ്രേതം, കൂട്ടിനൊരു AI. ഇപ്പോൾ ഇത് AI വെച്ചിട്ട് ടെക്നോളജി പരമായിട്ട് വെച്ച് ചെയ്ത ആളാണ്, അത് പ്രേതം വന്ന് ചെയ്യുന്നതാണെന്നുള്ള കൺഫ്യൂഷൻ ഇവർക്ക് തന്നെ ഉണ്ട്. ഇവർ ആ സിനിമയിൽ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരവൊന്നുമില്ല. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. മഹേഷ് കുഞ്ഞുമായിരുന്നു പറയാണ് വിനീത് ശ്രീനിവാസൻ്റെ ശബ്ദത്തിൽ. അങ്ങനെ കുറേ ലോജിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ട്. പിന്നെ 38 മിനിറ്റ് പടവടെ അങ്ങ് പോകൂടെ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കാനൊക്കെ പറ്റിയ സാധനം കൊള്ളാം. ലാലേട്ടൻ്റെ ശബ്ദമൊക്കെ കേട്ടങ്ങ് ഇരിക്കുക. കുറേ സാധനം ലാലേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കേട്ടൊക്കെ ഇരിക്കുക. പിന്നെ കുറേ കോമഡി എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഞാനൊന്നും പറയല്ല. ഒരു ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബസ് ഡ്രൈവറാണ് ലാലേട്ടൻ. അപ്പം ട്രിപ്പിന് പോകണ പാട്ടിട്ട് കൊടുത്തിങ്ങനെ ചുട്ട മുതൽ ചുടലവരി, വേറെ പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വണ്ടിയൊക്കെ കംപ്ലൈൻ്റ് ആക്കും, മുതലാളി ചീത്തുള്ളിക്കും. അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന പാട്ട് ചുട്ട മുതൽ ചുടല, അങ്ങനെയൊക്കെ കുറേ കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേറെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അവിടെ പൈസ ചിലവാക്കണ്ട, വേണമെങ്കിൽ കേട്ടാൽ മതി എന്നുള്ള സെറ്റപ്പിൽ. പിന്നെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഒലിച്ചു കീറി മുറിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കേട്ടോണ്ടിരിക്കുകയാണ് രസം, ബോറടിക്കില്ല. ഞാൻ കേട്ടോണ്ടൊക്കെ ഇരിക്കുകയാണ്. സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്. ക്ലബ് എഫ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഇതിൽ പ്രിയരാജ് ജി ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. രമേഷ് പിഷാരടി
ക്യൂറേറ്റർ ആയിട്ടുണ്ട്. ഒരു ശബ്ദമുണ്ട്, ഒരു എയുടെ ശബ്ദം. അത് രമേഷ് പിഷാരടി ആണെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് ഉറപ്പില്ല. അത് രമേഷ് പിഷാരടി ഒരു പിച്ചുണ്ടല്ലോ, അതുപോലെ തന്നെ തോന്നിയത്. സുരേഷ് കൃഷ്ണ, സുധീർ കരമന, സുനിൽ സുഗത, രാജേഷ് ശർമ്മ, പിന്നെ മഹേഷ് കുഞ്ഞുമോൻ, ഇത്രയും പേരാണ് ഇതിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ കുറേ പേര് ഉണ്ട്, ക്ലബ് എഫിൻ്റെയൊക്കെ ആൾക്കാർ ന്യൂസ് വായിക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ പോലീസ് ഓഫീസറായിട്ട് ആരെ വരുന്നുണ്ട് കേട്ടോ. സിദ്ദിഖിൻ്റെ സൗണ്ട് വല്ല തോന്നി, പക്ഷേ പുള്ളിയല്ല. എന്തായാലും അത് ബാക്കിയുള്ള ശബ്ദമൊക്കെ നമ്മൾ ഈ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകണേ, നമ്മൾ അവിടെയാണെന്ന് ഫീൽ ചെയ്യുമ്പോഴും നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. നമ്മുടേതായിട്ടുള്ള ഭാവനയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാം. ശബ്ദത്തിൻ്റെ നല്ലൊരു പിന്തുണയുണ്ട് അതിന്. അത് ഹെഡ്സെറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ കറക്റ്റ് അത് ആ സാധനം കിട്ടും. അത് അത്രയും പോർഷൻസ് നന്നായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ പിന്നെ 35 മിനിറ്റിൽ വരുന്ന എന്തിരിയായി. എന്തായാലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ. കുറച്ചുകൂടി നല്ല പണിയെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു.